അള്ളാഹു മക്കളെ കൊടുക്കുന്ന വിഷയത്തിൽ ആദ്യം അള്ളാഹു തആല പറഞ്ഞത് എങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം നമുക്കറിയാം. ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ നാട്ടിൽ ഒരു ഭർത്താവുണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ, ഇതുവരെയും നീ പ്രസവിച്ചത് പെൺകുട്ടികളെയാണ്. ഇനി ഞാൻ നിന്നോട് വാശി പിടിക്കുകയാണ്. ഇപ്പൊ നീ പരിപൂർണ ഗർഭിണിയാണ്. ഇനി നീ എനിക്ക് പ്രസവിച്ചു തരുന്ന കുഞ്ഞ് ആൺകുഞ്ഞല്ല എങ്കിൽ ഇനി ഞാൻ നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഒരു പിതാവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട്, ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയാൻ. ആ സമയത്ത് ഭാര്യ വല്ലാതെ വിഷമിച്ചുപോയി. കാരണം ഈ അവസ്ഥയിൽ പരിപൂർണ ഗർഭിണിയായി നിറവയറുമായിട്ട് നിൽക്കുന്ന തന്നോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറയുന്നത്, ജീവിതത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ആൺകുട്ടിയെ കൊടുക്കാത്തതിന്റെ ദേഷ്യവും കലിയും അടങ്ങാത്ത ദേഷ്യവുമൊക്കെ എന്നോട് പ്രകടിപ്പിച്ചുകൊണ്ട് ഇനി ഈ പ്രസവത്തിൽ ഞാൻ ആൺകുട്ടിയെ സമ്മാനിക്കണമെന്ന് പറയുന്നു. ഒരുപക്ഷെ ഞാൻ ആൺകുട്ടിയെ സമ്മാനിച്ചില്ല എങ്കിൽ എന്റെ ഭർത്താവ് എന്നിൽ നിന്ന് അകന്നു പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് സങ്കടപ്പെട്ട് ആ പെണ്ണ് പ്രസവിച്ചപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം ഒരു വിധി വൈപരീത്യം പോലെ ആ പെണ്ണ് പ്രസവിച്ചത് ഒരു പെൺകുട്ടിയെ തന്നെയായിരുന്നു. ഇതറിഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ ഹംസ എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ അവളോടുള്ള അടങ്ങാത്ത ദേഷ്യത്തിന്റെ പേരിൽ അവളുടെ വീടിന്റെ തൊട്ട് ചാരത്തെ ഒരു വീട്ടിൽ വന്ന് മറ്റൊരു കാമുകിയുമായിട്ട് രാത്രി പങ്കിടാൻ തുടങ്ങി. തന്റെ ഭാര്യയ്ക്ക് സങ്കടം വരട്ടെ, എന്തുകൊണ്ട് തനിക്ക് ആൺകുട്ടിയെ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വരെ നമ്മൾ സ്ത്രീകളെ കുഴിച്ചുമൂടിയ കഥകൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ജീവനുള്ള കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന കഥയാണ് ആരംഭപ്പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്ന ആ കാലഘട്ടത്തിന് പറയാനുള്ളത്. എന്നാൽ എന്റെ സഹോദരങ്ങളെ, തന്റെ ഭാര്യ തനിക്കൊരു ആൺകുഞ്ഞിനെ തരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട്, ഇല്ല ഇനി നിന്നോടൊപ്പം ഞാൻ കിടപ്പറ പങ്കിടില്ല, നിന്നോടൊപ്പം ഞാൻ ഒരുമിച്ച് ജീവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഏതോ ഒരു കാമുകിയുമായിട്ട് പങ്കിട്ടപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് ആ പെണ്ണ് ഭൃത്യന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വിടുകയാണ്. എന്താണ് കത്തിനകത്തുള്ളതെന്നറിയോ? അത് പറയുമ്പോഴേക്കും എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാലഘട്ടത്തിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലേ അള്ളാഹു മക്കളെ കൊടുക്കുന്നതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായിരുന്നു അബൂ ഹംസ എന്ന ഭർത്താവിന് ആ ഭാര്യ കൊടുത്തുവിട്ട കത്തിനകത്തുള്ളതെന്നറിയോ? ആ ഭാര്യ എഴുതിയത്രേ, മാലി അബീ ഹംസത ലാ യഅതീനാ യളല്ലു ഫിൽ ബൈതില്ലദീ യലീനാ ഗൽബാനു അല്ലാനാ ലിൽ ബനീനാ വല്ലാഹി മാ ദാലിക ബിഐദീനാ. അബൂ ഹംസ എന്ന പ്രിയപ്പെട്ട ഭർത്താവിന് കത്തെഴുതിയിട്ട് ഭൃത്യയുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. താന് പ്രസവിച്ചപ്പോൾ വീണ്ടും ഒരു പെൺകുട്ടിയായി പോയതിന്റെ സങ്കടത്തോടെ തന്റെ വീടിന്റെ ചാരപ്പ് മറ്റൊരുത്തിയുമായിട്ട് കിടപ്പറ പങ്കിടുന്ന ഭർത്താവിന് വായിച്ചറിയാൻ തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസി കൊടുത്തുവിട്ട കത്തിന്റെ ഉള്ളടക്കം എന്താണ്? മാലിയബി എന്തു പറ്റി എന്റെ അബൂ ഹംസക്ക്? എന്റെ പ്രിയപ്പെട്ടവൻ അബൂ ഹംസക്ക് എന്താ പറ്റിയത്? അയാൾ എന്റെ അടുത്ത് വരുന്നില്ല. തൊട്ടപ്പുറത്തെ വീട്ടിൽ വന്ന് രാപാർക്കുകയാണ്. അയാൾക്ക് വല്ലാത്ത ദേഷ്യമാണ്. എന്താണ് കാര്യമെന്നറിയോ? വല്ലാഹി മാ ദാലിക ബിഐദീനാ. പടച്ചവനാണ്, ഞങ്ങളുടെ കയ്യിലല്ലല്ലോ പ്രസവത്തിന്റെ കാര്യങ്ങളൊന്നും. ആരെ പ്രസവിക്കണം, ആണിനെ പ്രസവിക്കണോ പെണ്ണിനെ പ്രസവിക്കണോ എന്ന ഞങ്ങളുടെ കയ്യിലല്ല. അതെല്ലാം സർവേശ്വരനായ സർവാധിപതിയായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്. ഞങ്ങൾക്കതിലൊന്നും പറയാൻ കഴിയില്ല. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ ഹംസ മനസ്സിലാക്കാതെ പോയി. എന്റെ അബൂ ഹംസക്ക് എന്താ സംഭവിച്ചത്?
ഒരു ആൺകുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് ഞാൻ ചെയ്ത തെറ്റല്ലല്ലോ. അള്ളാഹു എനിക്ക് തരാത്തത് കൊണ്ടല്ലേ ഞാൻ കൊടുക്കാത്തത്. ഞാൻ വാശി പിടിച്ചിട്ട് ആൺകുഞ്ഞിനെ പ്രസവിക്കാത്തതാണോ? അതല്ലെങ്കിൽ ഞാൻ എന്റെ ഭർത്താവിനോടുള്ള ഏതെങ്കിലും ഒരു വിദ്വേഷത്തിന്റെ പേരിൽ പെൺകുഞ്ഞിനെ പ്രസവിച്ചതാണോ? അല്ല എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയിട്ട് അബൂ ഹംസയുടെ കയ്യിൽ കൊടുത്തു വിടുമ്പോ സങ്കടത്തോടെ അബൂ ഹംസ ഓടി തന്റെ പ്രിയപ്പെട്ടവരുടെ തെറ്റുകയാ. സഹോദരങ്ങളെ, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ ഞാനും നിങ്ങളും സ്നേഹിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്ത് ഇഷ്കിന്റെ ഹുബിന്റെ രഥത്തിലേറി സഞ്ചരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവന്റെ തുടിപ്പായ കണ്ണിലെ കൃഷ്ണമണിയായ നമ്മുടെ കരളിന്റെ കാതലായ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ, ആര് എന്തൊക്കെ നമ്മളെ പറഞ്ഞാൽ നമ്മുടെ ഹബീബിനോടുള്ള സ്നേഹം മുറിച്ചു മാറ്റാൻ ലോകത്തൊരു ശക്തികൾക്ക് കഴിയില്ല. നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന വാപ്പയേക്കാൾ, നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന ഉമ്മയേക്കാൾ, ഭാര്യയെക്കാൾ, ഭർത്താവിനേക്കാൾ, എന്തിനേറെ നാം സ്നേഹിക്കുന്ന നമ്മുടെ പൊന്നുമക്കളെക്കാൾ, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് പറഞ്ഞ് ആറ്റുനോട്ട് വളർത്തുന്ന പൊന്നുമക്കളുണ്ടല്ലോ. ഓ പൊന്നുമക്കളെക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന ഹബീബുണ്ടല്ലോ. ഇന്ന് വരെ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടില്ല, ഇന്ന് വരെ ഒരു രൂപം നിങ്ങൾ കണ്ടിട്ടില്ല, ഇന്ന് വരെ ഞാനും നിങ്ങളും ഒരു ചിത്രം പോലും കണ്ടിട്ടില്ല. രൂപമില്ല, ഭാവമില്ല, ഒന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഹബീബായ നബിയെ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ പുണ്യ പ്രവാചകനെ കടന്നു വരുമ്പോ ജീവനോടെ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടുന്ന കാലഘട്ടത്തിലാണ് ഒരു പെണ്ണ് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കേണ്ടവനാണെന്ന് പറഞ്ഞത്. ഒരു പെൺകുട്ടി തന്റെ മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കേണ്ടവളാണ്. അതല്ലാതെ ഉപ്പാ, നിങ്ങൾ നരകത്തിൽ നിങ്ങളുടെ മകള് കാരണം പോകല്ലേ. നാളെ പരലോകത്ത് പോലും അല്ല ചോദിക്കുന്ന ചോദ്യം എന്താ? വഇദൽ മൗദതു സുഇലത് വഇദൽ മൗദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് വഇദൽ മൗദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. എന്തിന്റെ പേരിലാണ് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട കുഞ്ഞേ? എന്തിന്റെ പേരിലാണ് നിന്റെ ഉപ്പ നിന്നെ കുഴിച്ചു മൂടിയത്? എന്തിന്റെ പേരിലാണ് നിന്റെ മാതാവിന്റെ മടിപ്പത്തിൽ നിന്ന് മാറിടത്തിൽ പാല് കുടിച്ചു കിടക്കുമ്പോ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ജീവന്റെ തുടിപ്പ് അവശേഷിക്കുമ്പോൾ മണ്ണിലേക്ക് മറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എന്തുകൊണ്ടാണ് നിന്നെ കുഴിച്ചു മൂടിയത്? ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളാണ്. കാട്ടാളന്മാരായിരുന്ന 6-ാം നൂറ്റാണ്ടിന്റെ അറബികളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് പെണ്ണിന്റെ മഹത്വം ഓതി കൊടുക്കുകയാണ്. ഈ മനുഷ്യരെ, കാട്ടറബികളെ, കാട്ടാളന്മാരായ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ, മസ്തിഷ്കത്തിൽ അർബുദം ബാധിച്ചു പോയ, മനസാക്ഷി മരവിച്ചു പോയ കാട്ടറബികളെ, നിങ്ങൾ അറിയണേ, നിങ്ങളുടെ പൊന്നുമക്കളെ നിങ്ങൾക്ക് നരകം വാങ്ങി തരേണ്ടവരല്ല, ആ പൊന്നുമക്കളെ നിങ്ങൾക്ക് സ്വർഗം വാങ്ങി തരേണ്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ അവതീർണമാവുകയാണ്. എന്താണ് അള്ളാഹു പറഞ്ഞതെന്നറിയോ? 4 സൈസ് ആളുകളെയാണ് മക്കളെ വിഷയത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ കോട്ടപ്പടി എന്ന് പറയുന്ന മൈതാനത്തിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിം ചെറുപ്പക്കാരാ, എന്നെ കേൾക്കാൻ 6:30 മണി മുതൽ ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹു നിങ്ങളെയും എന്നെയും മക്കളെ തരുന്ന വിഷയത്തിൽ 4 വിഭാഗമായി പടച്ചവനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 4 വിഭാഗമായിട്ട് അള്ളാഹു തരം തിരിച്ചിരിക്കുകയാണ്. ആ 4 വിഭാഗവും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. എന്താണ് അള്ളാഹു പറഞ്ഞത്? യഹബു ലിമൻ യശാഉ ഇനാസാ വയഹബു ലിമൻ യശാഉ الذكور. അല്ലാഹു പറയുകയാണ്, ചിലർക്ക് അല്ലാഹു പെൺമക്കളെ മാത്രം കൊടുക്കുന്നതാണ്. എന്താണ് ഇവിടെ നമ്മൾ ചർച്ചയാക്കേണ്ട വിഷയമെന്ന് ഞാൻ പിന്നെ പറയാ. അല്ലാഹു പറയുന്നു, ചിലർക്ക് അല്ലാഹു പെൺമക്കളെ മാത്രം കൊടുക്കുന്നതാണ്. മഹാനായ നബിയുല്ലാഹി ലൂത്ത് അലൈഹിസ്സലാം, മഹാനായ ലൂത്ത് നബിക്ക് അല്ലാഹു പെൺമക്കളെ മാത്രമേ അല്ലാഹു കൊടുത്തിട്ടുള്ളൂ. രണ്ടാമത്തെ വിഭാഗം അല്ലാഹു പറഞ്ഞു, വയഹബു ലിമൻ യശാഉ الذكور. അല്ലാഹു ചിലർക്ക് ആൺമക്കളെ മാത്രം കൊടുക്കുന്നതാണ്.
മനുഷ്യനാഗരികതയുടെ പ്രവിതാമകന സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തത് ആൺമക്കളെ മാത്രമാണ് ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുത്തത്. എന്നാൽ മൂന്നാമതൊരു വിഭാഗമുണ്ട്. ആരെന്നറിയോ? അല്ലാഹ് പറയുകയാണ് അവ യുസബ്ബിജുഹും ദുക്റാന വ ഇനാസാ. അല്ലാഹു ചിലർക്ക് ആൺമക്കളെയും പെൺമക്കളെയും കൊടുക്കുന്നതാണ്. കാരുണ്യത്തിന്റെ കടലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ആൺമക്കളെയും പെൺമക്കളെയും കൊടുത്തു. എന്നാൽ നാലാമതൊരു വിഭാഗത്തെ അല്ലാഹ് പരിചയപ്പെടുത്തി. വയജഅലു മൻ യശാഉ അഖീമാ. അല്ലാഹു ചിലർക്ക് മക്കളെ തന്നെ കൊടുക്കൂല, അവരുടെ ഭാര്യമാര് പ്രസവിക്കൂല. എത്ര വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിങ്ങൾ പോയാലും, ഏതൊക്കെ മെഡിസിൻ നിങ്ങൾ കഴിച്ചാലും, ഏതൊക്കെ ഉന്നതന്മാരായ വിശ്വകരന്മാരെ സമീപിച്ചാലും ഇല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അല്ലാഹു മക്കളെ തൗലെന്ന് തീരുമാനിച്ചാൽ ലോകത്ത് എവിടെ ചെന്നാലും, ഏതൊക്കെ മരുന്ന് കഴിച്ചാലും, ഹോമിയോപ്പതി ആകട്ടെ, അലോപ്പതി ആകട്ടെ, ആയുർവേദമാകട്ടെ, എന്ത് കഴിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തരില്ലെന്ന് തീരുമാനിച്ചാൽ ലോകത്ത് കോടികൾ സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ശാസ്ത്രം കുതിച്ചുയരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു മക്കളെ തരില്ലെന്ന് തീരുമാനിച്ചാൽ അല്ലാഹു അവർക്ക് മക്കളെ കൊടുക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മഹാനായ യഹ്യാ നബിക്ക് അല്ലാഹു മക്കളെ കൊടുത്തില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഈ 4 വിഭാഗം ആളുണ്ടാവൂലേ? ഉണ്ടാവൂലേ ഉസ്താദേ? പെൺമക്കളെ മാത്രം അല്ലാഹു തന്ന ആണുങ്ങളെന്ന് കൈവക്കിക്കേ. നിങ്ങൾ രക്ഷപ്പെട്ടു. ആൺകുട്ടികളെ മാത്രം അല്ലാഹു തന്നവർ കൈവക്കിക്കേ. അതുകൊണ്ട് ഇനി ആൺമക്കളും പെൺമക്കളും അല്ലാഹു കൂട്ടി തന്നിട്ടുള്ളവരാ. ഞാനും ഉണ്ട് അതിൽ. എനിക്ക് 2 പെണ്ണും 1 ആണുമാണ്. നീ കല്യാണം കഴിച്ചില്ല അമീനെ? പിന്നെന്താ മക്കളായില്ല? 2 മാസമായുള്ളൂ. 2 കുട്ടികളുണ്ട്. അൽഹംദുലില്ലാ. ഉസ്താദിന് എത്ര മക്കളാ? 4 ആള്. പെണ്ണാണാ? അൽഹംദുലില്ലാ. അപ്പൊ ഏതായിരുന്നാലും നാലാമതൊരു വിഭാഗമുണ്ട്. അല്ലാഹു, ഞാൻ കൈവക്കാൻ പറയില്ല, നിങ്ങൾക്ക് നന്നായിട്ട് ദുആ ചെയ്തോളി. 100 ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളി. 100 ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എല്ലാത്തിനും മരുന്നാണ്. റബ്ബി ഇന്നി ലിമാ റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. ആ വിശുദ്ധ ഖുർആനിലെ ആയത്ത് മോദിക്കോളി. അല്ലാഹു സന്താനങ്ങളെ തരും. റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. മക്കളില്ലാത്തവരെ അത് ഓതിക്കോളി. കല്യാണം കഴിച്ചിട്ട് ദുആ ഇറക്കണം, അല്ലാതെ പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഓതിയിട്ട് കാര്യമൊന്നുമില്ല, അല്ലേ? സ്ഥിരമായി ദുആ ഇറക്കാൻ പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഉസ്താദേ, മക്കള് സ്വാലിഹീങ്ങളായ സന്താനം ഉണ്ടാകാൻ വേണ്ടി ദുആ ഇറക്കണം. അപ്പൊ ഞാൻ 2-3 സദസ്സിൽ ദുആ ചെയ്തു. അപ്പൊ എല്ലാ സ്ഥലത്തും വഅദാക്കാൻ വരുന്ന ആളാ. 3-മതൊരു സ്ഥലത്ത് വന്നു എന്നോട് ദുആ ഇറക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിളിച്ചിട്ട് ചോദിച്ചു, ഇത്രയും ആയല്ലോ, വല്ല ദുആ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചു, ആർക്ക്, നിങ്ങൾക്കാണോ പ്രശ്നം ഭാര്യയ്ക്കാണോ? അപ്പൊ അയാൾ പറഞ്ഞു, ഇല്ല സർ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് നമുക്ക് സ്വാലിഹായ സന്താനം ഉണ്ടാവുന്നത്? അത് അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെക്കുകയാണ്. അതൊക്കെ നല്ലതാണ്. അള്ളാഹു നമുക്ക് സ്വാലിഹീങ്ങളായ മക്കളെ തരട്ടെ. 4-മത്തെ വിഭാഗം സന്താനങ്ങൾ ഇല്ലാത്തവരാണ്. അള്ളാഹു നമുക്ക് ഇല്ലാത്തവർക്ക് മക്കളെ തരട്ടെ. അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്ക്, 4 വിഭാഗം ആളുകൾ പെൺമക്കളെ മാത്രം കൊടുക്കും ലൂത്ത് നബിക്ക്. ഉദാഹരണവും മുഫസ്സിരീങ്ങൾ പറഞ്ഞിരിക്കാൻ. ആൺമക്കളെ മാത്രം ഇബ്രാഹിം നബിക്ക്. 2-ൽ നിന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളില്ലാത്ത പ്രവാചകന്മാരുണ്ട്. യഹ്യാ നബിയും ഈസാ നബിയൊന്നും മക്കളില്ലാത്തവരാണ്. അപ്പൊ ചുരുക്കത്തില് മക്കളെ കൊടുക്കുന്ന വിഷയം അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ ആദ്യം പറഞ്ഞത് ആൺകുട്ടിയുടെ കാര്യമാണോ പെൺകുട്ടിയുടെ കാര്യമാണോ? പറയും. ആരുടെ കാര്യം പറഞ്ഞത്? ആദ്യം പറഞ്ഞ ആരുടെ കാര്യമുണ്ട്? മകന്റെ ആണോ മകളുടെ ആണോ? മകളുടെ കാര്യം അല്ലേ? ആദ്യം അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് മകളെ കൊടുക്കുന്ന വിഷയമാണ് അല്ലാഹു പറഞ്ഞത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അങ്ങനെയായിരുന്നു. പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അല്ലാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. നബിയെ പറഞ്ഞു കൊടുക്ക്, പെണ്ണിനോടുള്ള വെറുപ്പ് തീരട്ടെ. പെൺകുട്ടി, അവളെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയതെന്ന് ആ സമൂഹം മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയാണ്.
പെൺകുഞ്ഞിനെ അള്ളാഹു ചിലർക്ക് നൽകും, ആൺമക്കളെ ചിലർക്ക് നൽകും, രണ്ടിൽ നിന്നും അള്ളാഹു നൽകും. എന്നാൽ ചിലർക്ക് മക്കളെ കൊടുക്കില്ല. ഒരു പെൺകുട്ടി നമുക്ക് ജനിച്ചാൽ അതിന്റെ പ്രത്യേകത എന്താണ്? കല്യാണം കഴിഞ്ഞു, മധുവിധു ആഘോഷം കഴിഞ്ഞു. ആ പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ടവനെ, എന്റെ മാതൃത്വമതാ തെളിയിക്കപ്പെട്ടു പോയി, ഞാനൊരു ഉമ്മയാകാൻ അമ്മയാകാ പോവുകയാണ് എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കാതിൽ വന്ന് കിന്നാരം പറയുന്ന പൊന്നുമോളെ, 9 മാസം 10 ദിവസം കാത്തിരുന്നിട്ട് നിനക്ക് അല്ലാഹു തന്ന പൊന്നുമോള്, ആ പൊന്നുമോളെയാണ് ആദ്യമായിട്ട് നിനക്ക് അല്ലാഹു തന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരു സ്ത്രീ, ഒരു പെണ്ണ്, ഒരു ഭാര്യ ആദ്യമായിട്ട് സമ്മാനിക്കുന്നതൊരു പെൺകുട്ടിയാണെങ്കിൽ എന്താ റസൂലുള്ള പറഞ്ഞതെന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ കാണാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മിൻ ബറക്കത്തിൽ മർഅത്തി അലാ സൗജിഹാ, ഒരു പെണ്ണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ബറക്കത്തുള്ളവളാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സർവ്വ ഐശ്വര്യം നേടിക്കൊടുത്ത പെണ്ണിന്റെ അടയാളം എന്തെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനൊരു പെണ്ണ് എന്ത് നന്മയാണ് ചെയ്തു കൊടുക്കുക? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പടച്ചതമ്പുരാൻ അവർക്ക് നൽകിയ സമ്മാനമാകുന്ന, അല്ലാഹു അവരുടെ വയറിനകത്ത് കൊടുത്ത സമ്മാനമുണ്ടല്ലോ, അല്ലാഹു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കാൻ ഭാര്യയ്ക്ക് കൊടുത്ത സമ്മാനമുണ്ടല്ലോ, ആ സമ്മാനമായി ഒരു കുഞ്ഞിനെ സമ്മാനിക്കുമ്പോൾ അത് പെൺകുഞ്ഞാണെങ്കിൽ സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളിൽ ആരൊക്കെയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ആദ്യമായിട്ട് പെൺകുഞ്ഞിനെ കൊടുത്തത്? പെൺകുഞ്ഞിനെ സമ്മാനിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പറ്റി റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? മിൻ ബറക്കത്തിൽ മർഅത്തി അലാ സൗജിഹാ, ഒരു പെണ്ണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അനതുബക്കിറ ബിൽ ഇനാസ്, ആദ്യമായിട്ട് പെൺകുഞ്ഞുങ്ങളെ കൊടുക്കല. ആദ്യമായി ഭർത്താവിന് ഒരു പെൺകുഞ്ഞിനെ സമ്മാനിച്ച ഭാര്യ, അവള് ബറക്കത്തുണ്ടെന്ന് ആരംഭ പോവായ നബി മുഹമ്മദ് മുസ്തഫ. ആൺകുഞ്ഞിനെ സമ്മാനിച്ച ഭാര്യമാര് ബറക്കത്തില്ലാത്തതെന്നല്ല അർത്ഥം എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള ഭാര്യമാരെ കൊണ്ടു നടക്കാൻ കഴിയാത്തതെന്നല്ല, അങ്ങനെയുള്ള ഭാര്യമാര് നന്മയില്ലാത്തവരെന്നല്ല ഈ പറയുന്നത്. പിന്നെയോ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയുടെ ചുവരെഴുത്ത് വായിച്ചിട്ട് റസൂലുള്ള പറയുകയാണ്, ആദ്യമായിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരു പെൺകുഞ്ഞിനെ കൊടുക്കുന്ന ഒരു ഭാര്യ ബറക്കത്തുള്ളവളാണ്. തന്റെ ഭർത്താവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരു പെൺകുഞ്ഞിനെ സമ്മാനിക്കലാ. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ, കുഞ്ഞായിരിക്കുമ്പോ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, ഇസ്ലാമിലെ ഖുർആനിലെ സ്ത്രീ എന്ന് പറയുന്നത്, അവള് തന്റെ പ്രിയപ്പെട്ട പിതാവിനും മാതാവിനും സ്വർഗം വാങ്ങിക്കൊടുക്കേണ്ടവളാ. അതിനെന്താണ് വേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് ഞാൻ ആവശ്യപ്പെടുകയാ, ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കണേ. മുസ്ലിം ഉപ്പ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ശ്രദ്ധയോടെ കേട്ടോ. ഇന്ന് കാലം വല്ലാതെ മോശമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കളിലൂടെ സ്വർഗം വാങ്ങാൻ കഴിയുന്നതെങ്ങനെയാണ്? ആദരവായ റസൂലുള്ളാഹി ഒരു ദിവസം മദീനത്തുൻ നബവിയിൽ പ്രസംഗിക്കുകയാ. നിറഞ്ഞിരിക്കുന്ന സഹാബത്തിന്റെ സരസാണ്. അവിടെ ധീരമായി റസൂലുള്ള പ്രസംഗിക്കുമ്പോ നബി തങ്ങൾ പറയുകയാണ്, മൻ കാന ലഹു സലാസു ബനാത്ത്, ആർക്കെങ്കിലും 3 പെൺമക്കൾ ഉണ്ടായാൽ, ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണേ. അല്ലാഹു നിങ്ങൾക്ക് തന്ന പ്രശസ്തിയുടെയും പത്രാസിന്റെയും പവറിന്റെയും പ്രതിഫലത്തിന്റെയും ഒക്കെ വലിയ ഒരു വളർമയാ, ഒരു വലിയ ഉന്നതമായ അവസ്ഥയാണ് പറയുന്നത്. ആരൊരാൾക്ക് 3 പെൺമക്കൾ ജനിച്ചോ, ആരൊരാൾക്ക് 3 പെൺമക്കളെ അല്ലാഹു തന്നോ, എന്നെ കേൾക്കുന്നവരെ, 3 പെൺമക്കളുള്ളവരെ രക്ഷപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ മദീനത്തുൻ നബവിയിൽ പ്രസംഗിക്കുകയാണ്, ആരൊരാൾക്ക് 3 പെൺമക്കളെ അല്ലാഹു സമ്മാനിച്ചിട്ടുണ്ടോ, സമ്മാനിച്ചാൽ മാത്രം പോരാ, യുവീഹിന്ന, ആ 3 പെൺമക്കൾക്കും നന്നായിട്ട് അവര് അഭയം കൊടുക്കണം, നന്നായിട്ട് അവര് കെയർ ചെയ്യണം.
അവര് സംരക്ഷിക്കണം, പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരണം. ആർക്കും തന്നെ എറിഞ്ഞു കൊടുക്കാറ്, ഒരു കാമകശ്മലന്റെ മുമ്പിലും എറിഞ്ഞു കൊടുക്കാറ്, ഔറത്ത് മറപ്പിച്ച് അവരെ വേണ്ട വിധം എല്ലാ അർത്ഥത്തിലും നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരുന്ന പെണ്ണേ, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് 3 പെൺമക്കളുണ്ടെങ്കിൽ ആ 3 പെൺമക്കളെയും നീ വളർത്തിക്കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്? യുവീഹിന്ന, അവർക്ക് നീ അഭയം കൊടുക്കലാണ്, അവരെ നിന്നിൽ സംരക്ഷണം കണ്ടെത്തലാണ്. എവിടെ പോയാലും എന്ത് പ്രശ്നമുണ്ടായാലും ഓടി വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്നത് സംഭവിച്ചെന്ന് പറയുമ്പോ പൊന്നുമോളെ തളരരുതേ, പൊന്നുമോളെ സങ്കടപ്പെടരുതേ, ഉമ്മയുണ്ട് വാപ്പയുണ്ട്, മോള് വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് തന്റെ ചിറകിനടിയിലേക്ക് ചേർത്തുനിർത്തുന്ന ഭർത്താവായ ഭാര്യയായ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, റസൂലുള്ള പറയുകയാണ്, വയക്ഫീഹിന്ന, അവർക്ക് മതിയായതൊക്കെ നിങ്ങൾ കൊടുക്കണം, അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾ കൊടുക്കണം, അവരെന്താവശ്യപ്പെട്ടാലും അത് നിങ്ങൾ കൊടുക്കണം. അത് ഏത് രീതിയിലാണ്? ഭൗതികമായ താല്പര്യങ്ങളുടെ പേരിൽ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള വലിയ ഇന്റർനെറ്റ് ടെക്നോളജിയുടെ ഏതെങ്കിലും ഒരു സാധന സാമഗ്രികളല്ല, ഏതെങ്കിലും വിലപിടിപ്പുള്ള മൊബൈലല്ല, അവർക്ക് യഥേട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന 2 വീലർ അല്ല, അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന 4 വീലർ അല്ല, മറിച്ച് അവർക്ക് ആവശ്യമായ ഭക്ഷണമായാലും വിദ്യാഭ്യാസമായാലും വസ്ത്രമായാലും എല്ലാം നിങ്ങൾ കൊടുത്തിട്ട് അവരെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന അവരോട് കാരുണ്യത്തോടെ നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ മദീനത്തുൻ നബവിയിൽ പ്രസംഗിക്കുമ്പോ നബി തങ്ങളുടെ തൊട്ടു മുമ്പിലിരുന്ന ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗിക്കുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് സഹാബാക്കളെല്ലാം രോമാഞ്ചം കൊള്ളുകയാ. 3 പെൺമക്കളുള്ള ബാപ്പമാരുണ്ടല്ലോ, സഹാബാക്കളുണ്ടല്ലോ, അവർ അത്ഭുതത്തോടെ റസൂലുള്ളാഹിന്റെ ചുണ്ടുകളിലേക്ക് നോക്കിയിരുന്ന് അത്ഭുതപ്പെടുകയാ. ആ സമയത്താണ് നബി തങ്ങൾ പറയുന്ന, സഹാബാ, അങ്ങനെ 3 പെൺമക്കളെ എല്ലാ നിലയിലും നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നാൽ വജബത്ത് ലഹുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ടെന്ന് മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ, അവർക്ക് സ്വർഗം ഉറപ്പാണ്, യാതൊരു സംശയമില്ല. കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ അള്ളാന്റെ സ്വർഗത്തിലേക്ക് അവർക്ക് പറന്നുയരാമെന്ന് പറഞ്ഞപ്പോ അവിടെ ഇരുന്ന ഒരു സഹാബി ഗദ്ഗദത്തോടെ ചാടി എഴുന്നേൽക്കുകയാ, തൊണ്ടയിടറുകയാണ്. ആ സഹാബിയുടെ കവിൾത്തടം നിറഞ്ഞ് കവിയുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, നബിയേ, വസിന്തൈനി യാ റസൂലല്ലാഹ്, എനിക്ക് 2 പെൺമക്കളെ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ എനിക്കും കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിന്തൈനി, 2 പെൺമക്കളെയാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതെങ്കിലും സ്വർഗമുറപ്പാ. മറ്റൊരു ഹദീസിൽ കാണാം, വേറൊരു സഹാബി സദസ്സിൽ നിന്ന് എഴുന്നേറ്റു, ഫവാഹിദാ, എനിക്ക് 1 മകളെ ഉള്ളൂ, മകന്റെ കാര്യമല്ല, 1 മകളെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്രേ, ഫവാഹിദാ, ഒന്നായാലും പ്രശ്നമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ വലിയ പ്രയാസമാ, അവർക്ക് അഭയം കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാ, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ വളരെ പ്രയാസമാ, അവരോട് കാരുണ്യത്തോടെ ഇടപെടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാ. അങ്ങനെ അതൊക്കെ സഹിച്ചും പൊറുത്തും ക്ഷമിച്ചും നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ വളർത്തിക്കൊണ്ടുവന്ന കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ, കാമുകന്മാർക്ക് കഴുകന്മാർക്കും കൊടുക്കാതെ, പരുന്തിനും പാറാവുകാർക്കും കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ പൊന്നുമക്കളെ വളർത്തിക്കൊണ്ടുവന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പൊന്നുമോനെ, നിന്റെ പ്രിയപ്പെട്ട മകള് നിനക്കും നിന്റെ ഭാര്യയ്ക്ക് സ്വർഗം വാങ്ങി തരുമെന്ന് ഇന്നേ വരെ തമാശയ്ക്ക് പോലെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത, അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലെ കടന്നു വന്നിട്ടില്ലാത്ത ആമിനാടെ പൊന്നുമോൻ നബിയുൽ ഹറമൈനി ഇമാമുൽ ഖിബ്ലതൈനി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, 3 പെൺമക്കളുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. 3 പെൺമക്കളുള്ളവർ രക്ഷപ്പെട്ടു. 2 പേരെ ഉള്ളൂ നബിയെ, നീ രക്ഷപ്പെട്ടു. നബിയെ, ഒരാളെ ഉള്ളൂ, ഇങ്ങനെ ചെയ്താൽ നീ രക്ഷപ്പെട്ടു. ചുരുക്കത്തില് നമ്മുടെ പെൺകുട്ടി മകള് ആദ്യത്തെ പദവിയാണ് മകളാവുക എന്നുള്ളത്. ആ മകള്
തന്റെ മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങി കൊടുക്കുന്നവളാണെന്ന് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ. ഖുർആനിലെ സ്ത്രീകളിൽ ഒന്നാമത്തെ തലം. നീ 2 ഉണ്ട്. ഇപ്പൊ വയസ്സെത്രയായി? 1 വയസ്സാകാം, 2 വയസ്സാകാം, 3 ആകാം, 4 ആകാം, 5 ആകാം. 18 18 വരെയുള്ള പ്രായത്തിനിടയിൽ നിങ്ങളുടെ പൊന്നുമക്കളെ നന്നായിട്ട് വളർത്തോ. 3 കാര്യം സൂക്ഷിക്കണം ഉമ്മമാര്. 1, നന്നായിട്ട് അഭയം കൊടുക്കണം. 2 അവർക്ക് വേണ്ടതൊക്കെ നിങ്ങൾ കൊടുക്കണം. ഇത്രയും വലിപ്പത്തിലുള്ള മൊബൈലൊന്നും വാങ്ങി കൊടുക്കരുത് അല്ലേ. ഒരു താത്ത ഓടിപ്പോയില്ലേ കണ്ണൂര്. പണ്ട് നേരെ തിരിച്ചായിരുന്നു. പണ്ട് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഫോണിലൂടെ പരിചയപ്പെട്ട് ബന്ധം പുതുക്കിയിട്ട് കാമുകനെ തേടി പോയ 23 വയസ്സുള്ള തിരുവനന്തപുരത്തുകാരി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ 68കാരനായ ഇബ്രാഹിം എന്ന പേരുള്ള കാമുകനെ കണ്ട് ബോധം കെട്ടു വീണു. ആലോചിച്ച് നോക്കിയേ. ഈ ഫോൺ സംഭാഷണം തുടങ്ങിയ ആദ്യ സമയത്ത്, സോഷ്യൽ മീഡിയ ആരംഭിക്കുന്ന സമയത്ത്, ഇപ്പോ ഒരു വീട്ടമ്മ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് പോയപ്പോ അവക്ക് കാണാൻ കഴിഞ്ഞത് 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന ഒരു കാമുകൻ. അള്ളാഹുവെ, കണ്ടാൽ ഒരു കൊച്ചു ചെക്കൻ. ആലോചിച്ച് നോക്കെ. വാപ്പാന്റെ പേരിലുള്ള അക്കൗണ്ടിൽ ഫേസ്ബുക്ക് തുടങ്ങിയിട്ട്, വാപ്പാന്റെ പേരിലുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് കാമുകിയെ നിരന്തരമായി വിളിച്ച് കാമുകിയും കാമുകനും വലിയ സ്നേഹം പങ്കിട്ട് അവസാനം മക്കളെയും അതുപോലെ തന്നെ ഭർത്താവിനെയും ഒക്കെ തലക്കൊഴിഞ്ഞ് പള്ളിക്ക് നേർച്ചയാക്കിയിട്ട് താത്ത കയറി. ഓടിച്ചെന്ന് കണ്ണൂർ ഇറങ്ങിയപ്പോൾ കാണുന്നത് 11 വയസ്സുകാരനായ +1കാരനായ കാമുകൻ. ഇതാണ് അവസ്ഥ അല്ലേ. അങ്ങനെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കരുത്. നമ്മുടെ പെൺമക്കളെ വളർത്തി നന്നായിട്ട്, എനിക്ക് എത്ര മാതാപിതാക്കളെ അറിയാം അങ്ങനെ വളർത്തി നന്നായിട്ട് തർബിയത്ത് കൊടുത്ത് ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ നിലയിൽ വളർത്തിക്കൊണ്ട് വന്നിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് മതബോധം നൽകി കല്യാണം കഴിപ്പിച്ചയച്ച എത്ര മാതാപിതാക്കൾ ഉണ്ടെന്നറിയോ. രക്ഷപ്പെട്ടവരൊക്കെ സ്വർഗമാണ് അള്ളാഹു കൊടുക്കുക. 3 പെൺമക്കളുള്ളവരൊക്കെ കാണുമ്പോ നമുക്ക് അത്ഭുതം തോന്നും. പെണ്ണെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. തിരുവനന്തപുരത്ത് ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അതിന്റെ ഷോർട്ട് ഫോം SAT എന്നാണ്. ഇവിടെ നിന്നൊക്കെ ഒരുപാട് പേരെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. 3 മണിക്കൂറിനകം അവിടെ എത്തിക്കണം, 4 മണിക്കൂറിനകം അവിടെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് ആംബുലൻസിലൊക്കെ ഇവിടെ നിന്നൊക്കെ ചീറിപ്പാഞ്ഞു വരുന്നത് കാണാം. അപ്പോ SAT ഹോസ്പിറ്റലില് ഒരു മതപണ്ഡിതന്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇത് കേൾക്കുമ്പോ ചില ആളുകളൊക്കെ പറയും, എന്നോട് പ്രത്യേകം പറഞ്ഞു വേറെ ഒന്നും പറയരുത്, അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ചില ആളുകളൊക്കെ പറഞ്ഞു പോവും. നമ്മളിങ്ങനെ ഒരുപാട് പ്രസവിക്കുന്നു, മക്കളുള്ളവർക്ക് അതിന്റെ കൗതുകം അറിയൂ. കഴിയുന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് മക്കളുണ്ടാക്കിയിടണം, വീട്ടുമുറ്റത്ത് കളിച്ചിടണം, എന്തൊരു കൗതുകമാണെന്നറിയോ. അതൊക്കെ ഒരു ബറക്കത്താണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്താ ആമീൻ പറയാൻ പേടി? മക്കളെ തരട്ടെ. തന്റെ ഭാര്യ പ്രസവിച്ച് കിടക്കാൻ. എവിടെ? SAT ഹോസ്പിറ്റലിൽ പ്രസവിച്ച് കിടക്കുന്നു. 9ാമത്തെ പ്രസവം. എത്രാമത്തത്? 9ാമത്തെ പ്രസവം. 9ാമത് പ്രസവിച്ചതും പെൺകുട്ടിയാണ്. 9 മക്കളും പെണ്ണ്. എന്റെ പൊന്ന് സഹോദരങ്ങൾ, ഇത് തള്ളൊന്നുമല്ല. ലോകം മൊത്തം കണ്ടോണ്ടിരിക്കുക. ഇസ്ലാമിക് മീഡിയയിലൂടെ ലോകം മൊത്തം കണ്ടോണ്ടിരിക്കാൻ. ഒരു പക്ഷേ ആ പണ്ഡിതന്റെ പ്രിയപ്പെട്ട പെൺമക്കൾ ഇത് കാണുന്നുണ്ടാവും. ഒരേ ഒരു മോനേ ഉള്ളൂ. ആ മകൻ എന്നോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ എന്റെ പള്ളിയിൽ. 10 മക്കളാണ്, 9 പെണ്ണും 1 ആണും. ആ 1 ആണ് എന്നോടൊപ്പം എന്റെ പള്ളിയിൽ തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിൽ ഇമാമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കാൻ. ഇല്ലാത്ത കാര്യം പറയല്ല. ഞാനിത് ആലുവയിൽ ഒരു ഭാഗത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് അവരെ മക്കളെ കല്യാണം കഴിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ അങ്ങനെ തട്ടിവിട്ടു. അപ്പൊ സദസ്സിരുന്ന ഒരു ഉസ്താദ് പരിപാടി കഴിഞ്ഞ് പോകാൻ നേരത്ത് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആ ഉസ്താദിന്റെ ഒരു മോളെ ഞാനാ കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. 9ാമത് മകള് ഭാര്യ പ്രസവിച്ചിടക്കുന്ന പെൺകുട്ടിയാണ്. ചൂട് ചായ വാങ്ങാൻ ഫ്ലാസ്കുമായിട്ട് പുറത്തിറങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ നാട്ടുകാരനായ ഒരാള് ഈ അമ്മയും കുഞ്ഞിന്റെയും സ്റ്റാച്യു വെച്ചിരിക്കുന്നതിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. എന്താന്ന് ചോദിച്ചു. എന്റെ ഭാര്യ 3ാമതും പ്രസവിച്ചു, അത് മോളായി പോയി, അതുകൊണ്ട് കരയാണ്. എന്നാലോചിച്ചു നോക്കി. ഇത് ആരടുത്തായി പറയുന്നത്? തന്റെ ഭാര്യ അപ്പുറത്ത് 9ാമത് പ്രസവിച്ച് കിടക്കുക, അതും പെണ്ണാണ്. അപ്പൊ ഉസ്താദ് എന്താ പറഞ്ഞെന്നറിയോ? ഈ 3ാമത് പ്രസവിച്ച മോളെ എനിക്ക് തരൂ, അപ്പൊ എനിക്ക് പെൺമക്കള് 10 ആവും.
എനിക്ക് സ്വർഗം 3 ഇരട്ടിയാവും. അള്ളാഹു മസ്റ്റായി നിസ്സംശയം നിശ്ചയം എനിക്ക് അള്ളാഹു സ്വർഗം തരും. 10 ആവുമ്പോ അതൊരു വലിയ അഴകാൻ. നിനക്ക് വേണ്ടെങ്കിൽ 3ാമത് പ്രസവിച്ച പെൺകുട്ടി എനിക്ക് താ എന്ന് പറയും. അള്ളാഹു ആ പണ്ഡിതന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഇന്ന് അദ്ദേഹം ഖബറിലാണ്. അദ്ദേഹത്തിന്റെ മക്കൾക്കൊക്കെ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആരോഗ്യം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പെൺമക്കളെ അള്ളാഹു സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സൗഭാഗ്യം തന്നെയാണ്. ഭാഗ്യം ചെന്നവർക്ക് അള്ളാഹു പെൺമക്കളെ കൊടുക്കൂ. അള്ളാഹു ആൺമക്കളെ മാത്രം കൊടുത്തവർക്ക് അള്ളാഹു പെൺമക്കളെ കൂടെ കൊടുക്കട്ടെ. ഇതുവരെ ആണും പെണ്ണും ഒന്നും ഇല്ലാത്തവർക്ക് അള്ളാഹു 2ൽ നിന്ന് ഏതെങ്കിലും ഒന്നിന് അള്ളാഹു കൊടുക്കട്ടെ. ഇതൊന്നും കോടികൾ മുടക്കിയാലും കിട്ടൂല സഹോദരങ്ങളെ. എറണാകുളത്തൊരു ഫ്ലാറ്റ് വേണമെങ്കിലും നമുക്ക് പാട്ട് പാടിയാൽ കിട്ടും, ഇല്ലെങ്കിൽ എന്ത് ചെയ്താലും കിട്ടും. ഇപ്പോ അതിന് വലിയ താമസമൊന്നും വേണ്ട. പക്ഷേ അള്ളാഹു മക്കളെ തരണമെങ്കിൽ ആറ്റാങ്കര പോയി ഉരുളി കമത്തി എന്ന് പറഞ്ഞിട്ട് മക്കളെ കിട്ടൂല. അപ്പൊ ആളുകൾ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുക ഉരുളി കമത്താൻ. ഉരുളി മനസ്സിലായില്ലേ? ഉരുളി എന്നല്ലേ പറയാ, ചെമ്പ് പാത്രം. ആറ്റാങ്കര പള്ളിയുടെ ഒരു പാറയുണ്ട്, ആരും പോകാത്തൊരു പ്രദേശത്ത്. അവിടെ ചെന്ന് ഉരുളി കമത്തിയ മക്കളെ കിട്ടുമെന്നാണ്. ഇവിടെ കല്യാണം കഴിച്ചിട്ട് ഭാര്യ എടുത്ത് കിടക്കാതെ തമിഴ്നാട്ടിൽ പോയി ഉരുളി കമത്തിയ മക്കളുണ്ടാവുന്നത് എങ്ങനെയാണ്? അള്ളാഹു നമുക്ക് സ്വാലിഹീങ്ങളായ മക്കളെ. പാവപ്പെട്ട സഹോദരനെ കെട്ടിക്കാൻ പ്രായമായ പൊന്നുമോക്ക് വേണ്ടിയിട്ട് ഒരുതരി സ്വർണം ഇല്ലാത്തതിന്റെ പേരിൽ ആളുകളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടേണ്ട സാഹചര്യം വന്നു പോയാൽ ഇവിടത്തെ പണക്കാരും പരിഗണിക്കാറില്ലല്ലോ. അവരുടെ വീട്ടിലെ കല്യാണങ്ങൾ ആർഭാടമാണ്. എന്തോ ഒരു ആർഭാടമാണ് പ്രിയപ്പെട്ടവരെ കല്യാണങ്ങളിൽ നടക്കുന്നത്. അതിന് ഓരോ ജില്ലകൾ കുറവൊന്നുമല്ല കാണിക്കുന്നത്. ഞാൻ സങ്കടത്തോടെ പറഞ്ഞു പോകുന്നു, ഇതിന്റെ പേരിൽ ആരൊക്കെ എന്ത് പ്രശ്നമുണ്ടാക്കിയാൽ ഞാനത് പ്രശ്നമായി കാണുന്നില്ല. ഏറ്റവും കൂടുതൽ അനാചാര വിവാഹം നടത്തുന്നതാരാ? ക്രിസ്ത്യാനികളല്ല, ഹിന്ദുക്കളല്ല. ഏറ്റവും ചുരുങ്ങിയ കല്യാണത്തിലാണ് ബറക്കത്തുണ്ടെന്ന് പഠിപ്പിച്ച നബിയെ, അങ്ങയുടെ സമുദായത്തിലെ ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ് ആർഭാട കല്യാണങ്ങൾ നടത്തും. കുതിരയെടുക്കുന്ന കല്യാണമില്ലേ, നാടകം നടത്തുന്ന കല്യാണമില്ലേ, ബ്രേക്ക് ഡാൻസ് ചെയ്യുന്ന കല്യാണമില്ലേ, ഒപ്പനയും അതുപോലെ ഗാനമേളയും നടത്തുന്ന കല്യാണമില്ലേ? എത്ര കല്യാണങ്ങളാണ് അവസാനം ബാക്കി വരുന്ന ബിരിയാണി ചെമ്പുകൾ കൊണ്ടുവന്ന് കുഴിച്ചിടുന്നത്. എത്ര ബിരിയാണികളാണ് വെള്ളത്തിലൊഴുക്കി കളയുന്നത്. പാവപ്പെട്ട ഏതെങ്കിലും ഒരു ചെറ്റക്കൂരയിൽ 1 ഗ്രാം സ്വർണമില്ലാതെ കഷ്ടപ്പെടുന്ന 10, 35, 40 വയസ്സായി പനിക്കും തന്റെ ശരീരത്തിന്റെ വികാര പൂട്ടീകരണത്തിനൊരു പുതുമാരനെ കിട്ടാത്ത സങ്കടത്തോടിരിക്കുമ്പോ ആരെങ്കിലും സ്നേഹം കൊടുത്തിട്ടൊന്നും മാടി വിളിച്ചാൽ താൻ ഇറങ്ങിപ്പോകുന്ന ഘട്ടം വരുമ്പോൾ അന്നാണ് ഇവിടത്തെ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാര് കണ്ണു തുറക്കുന്നത്. ആ പെണ്ണെന്തിനാണ് പോയത്, ആ പെണ്ണെന്തിന് പോയി എന്ന് ചിന്തിക്കുന്നത് അപ്പോഴാണ്. ഇല്ല മുസ്ലിമേ ഇല്ല. ഈ കോട്ടപ്പടിയിൽ ഏതെങ്കിലും ഒരു പണക്കാരന് അവന്റെ പൊന്നുമോളെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ വിഭവസമൃദ്ധ ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ചെറ്റക്കൂരയുടെ ഓലക്കീറ് മാറ്റിയിട്ട് 35 വയസ്സും 30 വയസ്സും 40 വയസ്സും എത്തിയ പാവപ്പെട്ട ഒരു പൊന്നുമോള് വിവാഹം കഴിച്ചയക്കപ്പെടാൻ ഭാഗ്യമില്ലാതെ വന്നിട്ട് ആ പാവപ്പെട്ട പൊന്നുമോൾ ഒരു തുള്ളി കണ്ണുനീരെങ്ങാനും ഒഴുക്കിയാൽ പടച്ചവനെ തന്നെയാണ് സത്യം. കോട്ടപ്പടി എന്ന് പറയുന്ന തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിന്റെ 4 കിലോമീറ്റർ മാറിയുള്ള ഈ നാട്ടിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാകൂല, അള്ളാഹുവിന്റെ ബറക്കത്തിറങ്ങൂല. എത്ര പ്രളയം വന്നാലും, എത്ര ഭൂകമ്പം വന്നാലും, എത്ര ഭൂചലനം വന്നാലും, എത്ര ഓഖി വന്നാലും, എത്ര മഹാ വന്നാലും, എന്തൊക്കെ വന്നാലും പഠിക്കാത്തൊരു സമൂഹമായി മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ മാറിയിരിക്കുകയാണ്. പാവപ്പെട്ടവന്റെ വിശപ്പറിയാത്തവര്, പാവപ്പെട്ടവന്റെ വേദന അറിയാത്തവര്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പാടിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ രോദനത്തിന്റെ നൊമ്പരത്തിന്റെ രാപ്പകലുകൾ തള്ളി നീക്കിയ 10,000-കണക്കിന് ആളുകൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെയും കൊണ്ട് പള്ളികളുടെ മുമ്പിൽ വന്ന് അവിടെ തോറപ്പുമുണ്ട് വിരിച്ചിട്ട്, അവിടെ പേപ്പർ വിരിച്ചിട്ട് പാവപ്പെട്ട ആളുകൾ വന്നിട്ട് പണക്കാരിറങ്ങിപ്പോകുമ്പോൾ കൈനീട്ടിയിട്ട് തന്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി ചോദിക്കുന്ന പാവങ്ങളുണ്ടല്ലോ. ആ പാവങ്ങൾ തങ്ങളുടെ പെൺമക്കളുടെ വിഷയത്തിലാണ് പരീക്ഷിക്കപ്പെട്ടതെങ്കിൽ, ആ പെൺമക്കളുടെ വിഷയത്തിലാണ് അവർ കണ്ണീര് കുടിച്ചതെങ്കിൽ, ആ പെൺമക്കളുടെ വിഷയത്തിലാണ് അവർ സങ്കടപ്പെട്ടതെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ 14 മുമ്പ് പറഞ്ഞു, ലോകത്തെ ഏറ്റവും വലിയ ചാരിറ്റിയുടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലറായ നബി മുഹമ്മദ് മുസ്തഫ, മനുഷ്യത്വമുള്ള മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ മഹിതമായ മാതൃക ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, കുന്നലഹു സിപ്റം മിനന്നാർ. ആ പെൺമക്കൾ അവർക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്നവരാണ്. നരകത്തിന്റെയും അള്ളാഹുവിന്റെ നരകത്തിന്റെയും അവരുടെയും ഇടയിൽ ഒരു വലിയ പടുകൂറ്റൻ തിരശ്ശീലയാണ് ആ പെൺമക്കളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ.
പെൺമക്കളുടെ വിഷയത്തിൽ ഏതൊരു പിതാവ് കഷ്ടപ്പെട്ടാലും അതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു തരുന്നൊരു സമ്മാനമായിട്ട് കൂട്ടിക്കോ. അത് കെട്ടിക്കാനാണെങ്കിലും വിദ്യാഭ്യാസത്തിനാണെങ്കിലും ഭക്ഷണം കൊടുക്കാനാണെങ്കിലും അള്ളാഹു നമുക്ക് തന്ന വലിയ സമ്മാനമാണ്. അതുകൊണ്ട് മാത്രമാകുന്നില്ല. ഞാൻ അത് മാത്രം വിശാലമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ പെൺകുട്ടി 18 വയസ്സ് കഴിയുമ്പോൾ വിവാഹം കഴിപ്പിച്ചയക്കപ്പെടണം. അത് കഴിഞ്ഞ് ഉമ്മയാകണം. അപ്പൊ അതും കൂടെ പറയാതെ പോകാൻ പറ്റൂലല്ലോ. അങ്കിലല്ലേ ഖുർആനിലെ സ്ത്രീ പൂർണ്ണമാകൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ജനിക്കുമ്പോൾ 18 വയസ്സുവരെയും തന്റെ മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്നവളാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ ആദ്യത്തെ, ഖുർആനിലെ സ്ത്രീയുടെ ആദ്യത്തെ തലം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മനസ്സിലാക്കാൻ. എങ്ങനെ വളർത്തണം? ചരിത്രത്തിൽ ഒരു വനിതയുണ്ട്. ഞാൻ എന്റെ സഹോദരിമാരോട് പറയാൻ, നിങ്ങൾ ഈ പറയുന്ന മഹദിയെ റോൾ മോഡലാക്കണം. നിങ്ങൾ റോൾ മോഡലാക്കേണ്ടത് ആരെയാണ്? പുരുഷന്മാരുടെ കൃഷിയിടമാണ് പെണ്ണുങ്ങൾ. ഖുർആന്റെ അധ്യാപനം അതാണ് എന്ന് പറഞ്ഞ ഈ അടുത്ത സമയത്തും വാദോരാതെ പ്രസംഗിച്ച മലപ്പുറം ജില്ലയിലെ നിരീശ്വരവാദിയായി യുക്തിവാദിയായി മാറിയ ഒരു പെണ്ണിനെയല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ആ പെണ്ണ് പറഞ്ഞത് ഖുർആനിലെ ഒരു ആയത്ത്, അതിന്റെ ആശയം, അതിന്റെ ആ അവതരണ ഘട്ടം എങ്ങനാണ്, അതെന്തുകൊണ്ട് അങ്ങനെ പരാമർശിക്കപ്പെട്ടു, അതൊന്നും അവൾ പഠിച്ചില്ല. അവളിങ്ങനെ ഖുർആന്റെ മുകളിലൂടെ ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലായത് പുരുഷന്മാരുടെ കൃഷിയിടമാണ് സ്ത്രീകൾ എന്ന് മനസ്സിലാക്കിയിട്ട് ആ പെണ്ണ് പറയുന്നു, ഞാൻ യുക്തിവാദിയാകാനുള്ള കാരണം അതാണ്. അങ്ങനെ യുക്തിവാദത്തിലേക്ക് പോയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ചരിത്രങ്ങൾ പറയാൻ നിന്നാൽ ഈ കത്തിച്ച തിരിയൊന്നും തികയാതെ പോകും. കാരണം നാറ്റം പിടിച്ച കേസാ. നമുക്ക് വേണ്ട, വിട്ടേക്കാം. ഈ തിരിക്ക് പകരം ഇനി 1000 തിരി കത്തിച്ചാലും ആ നാറ്റം ഇവിടെ നിന്ന് പോകൂല. നമുക്ക് അതുകൊണ്ട് നാറ്റ കേസ് കളയാം. നമുക്ക് സുഗന്ധമുള്ളതിനെ പറ്റി സംസാരിക്കാം. നിങ്ങൾ റോൾ മോഡലാക്കേണ്ടത് ഏതു വനിതയാണെന്നറിയോ? സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകളെയാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. മക്കളെ വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്തണം. പെൺമക്കളെ വളർത്തണമെങ്കിൽ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു വളർത്തിയതുപോലെ മകളെ വളർത്തണം. എങ്ങനെയാണ്? ഒരു ദിവസം വാപ്പ സഈദ് ഇബ്നുൽ മുസയ്യിബ് പള്ളിയിലെ മുദരിസാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വേണ്ടി വരും. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം വാപ്പാക്ക് ദീനിന്റെ ദഅവത്തുമായി പുറത്തെവിടെ പോകേണ്ടി വന്നു. അന്ന് മദ്രസ അല്ലെങ്കിൽ ദറസ് നടക്കില്ല. ആ ഘട്ടം വന്നപ്പോ സഹാബിയാണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകള് വന്നിട്ട് പറഞ്ഞു, വാപ്പാ, ഉപ്പാ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ ദഅവത്തിന് പൊക്കോ, നിങ്ങളുടെ ശിഷ്യന്മാർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? ഇല്ല. നിങ്ങളുടെ ശിഷ്യന്മാർക്ക്, നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. വാപ്പ സങ്കടപ്പെടേണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു. ആരാ? സഈദ് ഇബ്നുൽ മുസയ്യിബ് എന്ന് പറയുന്ന ഒരു സഹാബിയുടെ പൊന്നുമോള്. അപ്പൊ വാപ്പ ചോദിച്ചു, നീ ഖുർആൻ മൊത്തം പഠിച്ചോ? ഖുർആൻ മൊത്തത്തിൽ പഠിച്ചോ? എന്നിട്ട് എന്നെ നീ പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത്? അപ്പൊ അവള് പറഞ്ഞു, വാപ്പ എല്ലാം പഠിച്ചു, പക്ഷേ ഒരു ആയത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അതും കൂടെ കിട്ടിയാൽ ഞാൻ എല്ലാം പഠിച്ചവളാകും. അത് പറഞ്ഞു തന്നാൽ ബാക്കി ഞാൻ നിങ്ങളുടെ ശിഷ്യന്മാരുടെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. വാപ്പ ചോദിച്ചു, മോളെ ഏതായത്താണ് നിനക്ക് സംശയമുള്ളത്? മകള് പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ حسنة وفي الآخرة حسنة وقنا عذاب النار. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന പരിചയപ്പെടുത്തുന്ന ഖുർആൻ. എന്റെ പൊന്നുവാപ്പാ, ഈ ആയത്തിലെ ദുനിയാവിലെ ഹസനത്ത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആഖിറത്തിലെ ഹസനത്ത് എനിക്ക് മനസ്സിലായത് സ്വർഗമല്ലേ. ആഖിറത്തിലെ ഹസനത്ത് തരണം, ദുനിയാവിലും എനിക്ക് ഹസനത്ത് തരണമെന്ന് ഖുർആനിൽ അല്ലാഹ് പറയുമ്പോ ആഖിറത്തിലെ ഹസനത്ത് സ്വർഗമല്ലാതെ വേറെ എന്താ അതെനിക്കറിയാം. പക്ഷെ ഭൂമിയിലെ ഹസനത്ത് എനിക്കറിയില്ല വാപ്പാ എന്ന് പറഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോട് പറയുന്നു, മോളെ ദുനിയാവിലെ ഹസനത്ത് ഏതെന്നറിയോ? അൽ മർഅത്ത് സാലിഹാ,
ഒരു ഭർത്താവിന് ദുനിയാവിലെ ഹസനത്ത് ഏതാണ്? അവന്റെ സാലികത്തായ ഭാര്യയാണെന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ, അങ്ങനെ വാപ്പയിൽ നിന്ന് അധ്യാപനം നേടിയ പൊന്നുമോള്, തർബിയത്ത് കിട്ടിയ മോള് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ശിഷ്യഗണങ്ങൾക്ക് ദർസെടുക്കുകയാണ്. അങ്ങനെ ദർസെടുത്ത് കൊണ്ടിരിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വിവാഹ പ്രായമെത്തുകയാണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഉപ്പ സഈദ് ഇബ്നുൽ മുസയ്യിബ് കണ്ടെത്തി, തന്റെ ശിഷ്യന്മാരിൽ നല്ല ഒരു വിദ്യാർത്ഥിയെ കണ്ടെത്തി, നല്ല ഒരു മിടുക്കനായ ദീനീ ബോധമുള്ള ഏറ്റവും നല്ല സൽസ്വഭാവിയായ ഒരു ശിഷ്യനെ കൊണ്ട് തന്റെ പൊന്നുമോളെ കല്യാണം കഴിപ്പിക്കുകയാ. സഹോദരങ്ങളെ, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു തർബിയത്ത് കൊടുത്ത്, അഭയം കൊടുത്ത്, കാരുണ്യം കാണിച്ച്, വേണ്ടതൊക്കെ കൊടുത്ത് വളർത്തിയ പൊന്നുമോൾക്ക് അല്ലാഹു കൊടുത്ത ഭാഗ്യം എന്തെന്നല്ലേ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ പ്രാണപ്രേയസിയുടെ മുമ്പിലേക്ക് വരുന്ന തന്റെ പ്രേമഭാചനമാരാ, ഇന്നലെ വരെ തന്റെ മുമ്പിൽ ഇരുന്ന് അറിവ് പഠിച്ച തന്റെ ശിഷ്യനാണ് തന്റെ ഭർത്താവായി വന്നത്. തന്റെ ശിഷ്യനാണ് തന്റെ ഭർത്താവായി തന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നത്. ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്ത ഒരു വിദ്യാർത്ഥി തന്നെ വിവാഹം കഴിച്ചത്. സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സദീഖ്യനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മാത്രമാണെങ്കിൽ ഏറ്റവും നല്ല നിലയിൽ നിങ്ങളെ മക്കളെ പഠിപ്പിച്ചാൽ, ഖുർആനിലെ സ്ത്രീയുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്, പ്രഥമമായി പറയേണ്ടത്, നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വർഗം വാങ്ങി തരുന്ന പൊന്നുമോളാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.